എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നും കിട്ടുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ബണ്ണാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഞാനാണല്ലോ നിങ്ങളോട് അഭിപ്രായങ്ങൾ പറയുന്നത്. ഇന്ന് വേറെ ആൾ നമ്മളോട് അഭിപ്രായം പറയുന്നത് നമുക്ക് കേൾക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? ശരിക്കും എൻ്റെ മോള് പറയുന്ന പോലെ തന്നെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീം ബൺ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ക്രീം ബൺ പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഞാൻ 3/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചൂടുപാലാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കലക്കിയ ശേഷം നമുക്ക് 10 മിനിറ്റ് നേരത്തേക്ക് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 കപ്പ് മൈദയാണ് വേണ്ടത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ പാൽ നിങ്ങൾ ഒരുപാടങ്ങ് ചൂടും ആകരുത്, തീരെ തണുത്തതും ആകരുത്. ചെറിയ ചൂടുപാലാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണ്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ബട്ടർ ആ മൈദയിലെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടണം. അതിനുശേഷം നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ല രീതിയിൽ ഒരു 5 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബട്ടറും ഒക്കെ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. നല്ല സോഫ്റ്റ് മാവായിട്ട് തന്നെ നമുക്ക് വരും. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കണം. നല്ല രീതിയിൽ നമ്മൾ കുഴയ്ക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടുന്നത്. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവിയ ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നല്ല രീതിയിൽ പൊങ്ങി വരണം. ഈ മാവ് നല്ല രീതിയിൽ പൊങ്ങി വരുന്നതാണ് ഇതിൻ്റെ പരുവം. ഞാനിപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു നനഞ്ഞ ടവൽ അതിൻ്റെ പുറത്തിട്ട് വെച്ചാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അപ്പം നല്ല രീതിയിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ വേഗം തന്നെ ഇത് പൊങ്ങി കിട്ടും. അപ്പോൾ തണുപ്പാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കിത് ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്കിത് റൗണ്ട് ഷേപ്പാക്കി മാറ്റണം. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് റൗണ്ടാക്കി എടുക്കുക. പിന്നാണെങ്കിൽ ഒരുപാടങ്ങ് വലിയ ബോൾസ് ആക്കേണ്ട. കാരണം ഇത് നമ്മൾ വീണ്ടും 20 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. ഇരിക്കും തോറും ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അപ്പം മാക്സിമം ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ബോൾസ് ആക്കുന്നതായിരിക്കും നല്ലത്. ഇതിലും കുറച്ചും കൂടി ചെറുതായാലും പ്രശ്നമില്ല, നമുക്ക് കുറച്ചും കൂടെ വലുതായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ബോൾസ് ആക്കിയ ശേഷം 20 മിനിറ്റ് നേരം വീണ്ടും നമ്മൾ നമ്മുടെ നനഞ്ഞ ടവലിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇതിന് ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഭയങ്കരമായിട്ട് തിളച്ചിരിക്കുന്ന എണ്ണയിലോട്ട് നിങ്ങളിത് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ചൂട് മാത്രമേ ആകാവുള്ളൂ. ആ ഒരു പരുവത്തിൽ വേണം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതങ്ങ് ഒട്ടിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. എന്നിട്ട് എണ്ണ ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണയുടെ ചൂടിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം. വേഗം തന്നെ പുറം അങ്ങ് ബ്രൗൺ കളർ ആകുകയും ചെയ്യും, അകം ഇട്ട് വേവത്തുമില്ല. അപ്പം വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. 2 സൈഡും നല്ല രീതിയിൽ തിരിച്ചിട്ട് നല്ല രീതിയിൽ ഇത് വെന്ത് വരണം. അപ്പോൾ 2 സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. ഏകദേശം ഈ ഒരു പരുവം മതിയാകും. കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു സെറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം എണ്ണയൊന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം മാത്രമേ അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അകം നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഇതിനി നന്നായിട്ട് തണുത്ത് വരണം. നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതിലോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രീം പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഞാൻ 50 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടറാണ്. ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതായത് പൊടിക്കുന്നതിന് മുന്നേ 7 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. 7 ടേബിൾ സ്പൂൺ എടുത്ത് പൊടിച്ചതിന് ശേഷം കുറേശ്ശെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ക്രീമായി കിട്ടുന്നത്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ അത്ര എളുപ്പമാണ്, വേഗം തന്നെ നിങ്ങൾക്ക് ബീറ്റായി കിട്ടും.
നിങ്ങൾക്ക് വിസ്കോ ഫോർക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യും. ഇപ്പോൾ സ്പൂൺ വെച്ച് തന്നെ നല്ല രീതിയിൽ ബീറ്റായി കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ കുറച്ച് വാനില എസൻസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും കൂടെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് നല്ല രീതിയിൽ ആറിയ ശേഷം മാത്രമേ നമുക്ക് അതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം ഉരുകിപ്പോവും. പിന്നെ നമ്മുടെ ബണ്ണ് ഈ ക്രീം ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ലതാണ്. നിങ്ങൾക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ബൺ ഇതുപോലൊന്ന് മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും മുറിക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല രീതിയിൽ സോഫ്റ്റാണ് അതിനകം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ള രീതിയിൽ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ബണ്ണാണ്. അതിലും കുറച്ചും കൂടെ ടേസ്റ്റി ആണെങ്കിലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ആ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. ക്രീം ഇല്ലെങ്കിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ക്രീമൊക്കെ പുരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Till then, take care.